വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക്. കെ.സി. വേണുഗോപാൽ മത്സരിക്കാനില്ല എന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ആലപ്പുഴയിലോ മറ്റേതെങ്കിലും മണ്ഡലത്തിലോ താൻ മത്സരിക്കാനില്ല എന്നാണ് വേണുഗോപാൽ അറിയിച്ചിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അദ്ദേഹം പറഞ്ഞത്, ദില്ലിയിൽ ഇരുന്നു കൊണ്ട് മത്സരിക്കുന്നത് അങ്ങേയറ്റം പാർട്ടിയോട് ചെയ്യുന്ന നീതികേടായിരിക്കും, അതുകൊണ്ടാണ് താൻ മത്സരിക്കാതിരിക്കുന്നത്. മാത്രമല്ല, കർണാടകയുടെ പൂർണ്ണ ചുമതല ഇപ്പോൾ തനിക്കുണ്ട്. AICC ജനറൽ സെക്രട്ടറിയാണ്. ഇത്രയും സ്ഥാനങ്ങൾ വഹിച്ചുകൊണ്ട് ആലപ്പുഴയിൽ മത്സരിക്കുക എന്ന് പറയുന്നത് പാർട്ടിയോട് ചെയ്യുന്ന ഏറ്റവും വലിയ നീതികേടായിരിക്കും. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള തീരുമാനത്തിൽ നിന്ന് താൻ സ്വമേധയാ പിൻവാങ്ങുകയാണ്. നേതൃത്വത്തെ ഇക്കാര്യം, രാജീവ് ഗാന്ധി അടക്കമുള്ള നേതാക്കളെ ഇക്കാര്യം താൻ ധരിപ്പിച്ചിട്ടുണ്ട് എന്നും വേണുഗോപാൽ പറഞ്ഞു. മാത്രമല്ല, സ്ഥാനാർത്ഥി ചർച്ച നാളെ തുടങ്ങുമെന്നും അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും കേരളത്തിലെ ഓരോ മണ്ഡലത്തിലും സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുക എന്നും കെ.സി. വേണുഗോപാൽ പറഞ്ഞു. വേണുഗോപാലിനെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായ ഒരു തീരുമാനമാണ് ഇന്ന് ഉണ്ടായിരിക്കുന്നത്. നിർണായകമായ പല അടിയൊഴുക്കുകളും നടന്നിട്ടുള്ള മണ്ഡലമാണ് ആലപ്പുഴ. അതുകൊണ്ട് തന്നെ കെ.സി. വേണുഗോപാൽ ഇപ്പോൾ ഒരു സുരക്ഷിതമായ ഇടത്ത് തന്നെ നിന്നുകൊണ്ടാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. അദ്ദേഹത്തിന് തൽക്കാലത്തേക്ക് തെരഞ്ഞെടുപ്പ് ഗോതയിലിറങ്ങി മത്സരിക്കാനുള്ള ഒരു താല്പര്യം ഇപ്പോൾ ഇല്ല എന്ന് തന്നെ അദ്ദേഹം സ്വമേധയാ പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇതിന് നിരവധി കാരണങ്ങൾ രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നുണ്ട്. ഒന്ന്, ആലപ്പുഴയെ സംബന്ധിച്ചുള്ള ഗ്രൂപ്പ് സമവാക്യങ്ങൾ. ഒരുപക്ഷെ അദ്ദേഹം തോറ്റാൽ അത് അദ്ദേഹത്തെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാകും. കാരണം ഇപ്പോൾ വളരെ ചെറിയ കാലയളവ് കൊണ്ട് മുതിർന്ന നേതാക്കളെ അടക്കം പിന്നോക്കം ആക്കിക്കൊണ്ട് വളരെ വേഗത്തിലായിരുന്നു കെ.സി. വേണുഗോപാലിൻ്റെ സംഘടനാ തലത്തിലെ വളർച്ച. രാഹുൽ ഗാന്ധിയുമായും സോണിയാഗാന്ധിയുമായും ഒപ്പം പ്രിയങ്ക ഗാന്ധിയുമായുമുള്ള നേരിട്ടുള്ള ഇടപെടലാണ് ഇപ്പോൾ അദ്ദേഹത്തിനുള്ളത്. പാർട്ടിയിലെ ഏറ്റവും മുകൾ തട്ടിൽ നിൽക്കുന്ന ഒരാളാണ് വേണുഗോപാൽ. ഏതെങ്കിലും തരത്തിലുള്ള അടിയൊഴുക്കുകൾ വഴി അദ്ദേഹം പരാജയപ്പെട്ടാൽ അത് അദ്ദേഹത്തിൻ്റെ പ്രതിച്ഛായയെ വലിയ തോതിൽ ബാധിക്കും. ഇത്തരം വിലയിരുത്തലുകളും ഇപ്പോൾ നടക്കുന്നുണ്ട്. അതുകൊണ്ടാവാം ഒരുപക്ഷെ അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ല എന്ന തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്നതെന്നുള്ള വിലയിരുത്തലും നടക്കുന്നുണ്ട്. ഏതായാലും കെ.സി. വേണുഗോപാലിൻ്റെ പ്രഖ്യാപനം വലിയൊരു ചോദ്യമാണ് അവശേഷിപ്പിക്കുന്നത്. പകരം ആര് ആലപ്പുഴയിൽ ആരിഫിനെ നേരിടും, CPIMൻ്റെ അല്ലെങ്കിൽ LDFൻ്റെ ആരിഫിനെ നേരിടും എന്നുള്ള വളരെ നിർണായകമായൊരു ചോദ്യം കൂടി അവശേഷിപ്പിച്ചുകൊണ്ടാണ് കെ.സി. വേണുഗോപാൽ താൻ മത്സരിക്കുന്നില്ല എന്ന് പ്രഖ്യാപിച്ചത്. അവിടേക്ക് ഇനി ആരെയാണ് പരിഗണിക്കുക എന്നുള്ളത് നാളെ തീരുമാനിക്കുമെന്നാണ്, അത്തരം ചർച്ചകൾ നാളെ തുടങ്ങി വെക്കുമെന്നാണ് കെ.സി. വേണുഗോപാൽ അറിയിച്ചിരിക്കുന്നത്. വേണുഗോപാലിന് പകരമായി PC വിഷ്ണുനാഥ് ആലപ്പുഴയിൽ മത്സരിക്കാൻ സാധ്യതയുണ്ട് എന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. അതിനൊന്നും ഒരു സ്ഥിരീകരണം ഇപ്പോഴില്ല. PC വിഷ്ണുനാഥ് അദ്ദേഹത്തെ ഗൗരവമായി തന്നെ പാർട്ടി പരിഗണിക്കുന്നുണ്ട് എന്നാണ് ഇപ്പോൾ സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ വരുന്നത്. ഏതായാലും വേണുഗോപാലിൻ്റെ പിന്മാറ്റം ആലപ്പുഴയിൽ വലിയ ചോദ്യമാണ് അവശേഷിപ്പിക്കുന്നത്. ആരിഫിനെ പോലുള്ള ഒരു ശക്തനായ നേതാവിനെ അതേ രീതിയിൽ ഏത് തരത്തിൽ തിരിച്ചടിക്കാൻ കഴിയും, അല്ലെങ്കിൽ കടുത്ത ഒരു മത്സരത്തിലൂടെ പരാജയപ്പെടുത്താൻ കഴിയും, ആർക്ക് അതിന് കഴിയുമെന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ വേണുഗോപാലിൻ്റെ പിന്മാറ്റത്തിലൂടെ കോൺഗ്രസിലും ഒപ്പം തന്നെ UDFലും അവശേഷിക്കുന്ന ചോദ്യം.